വിദേശത്ത് പോയി മലയാളികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാന അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലർക്കും പല വ്യൂ പോയിന്റുകളായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധമായി മിക്കവരും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ എത്തുന്നവർ അവിടെ സ്ഥിരമായി സെറ്റിൽ ചെയ്യാനുള്ള ഓപ്ഷനുകൾ അവർക്ക് ലഭിക്കുമ്പോൾ അവർ കേരളത്തിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് വാങ്ങുക, വീട് പണിയുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയും പിന്നെ അമേരിക്കയിലാണെങ്കിലും UK അവിടെ വീട് വാങ്ങി അവർ വലിയ കടത്തിലാവുകയും ചെയ്യും. വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ഒരിക്കലും റെക്കമെൻഡബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇവിടെ എത്തിയിട്ടുള്ള പ്രായമായവരൊക്കെ ഇപ്പോൾ പറയുന്നത് അവർ ആദ്യം ചെയ്തത് ഇത് തന്നെയായിരുന്നു. കേരളത്തിൽ സ്ഥലം വാങ്ങി, പ്രോപ്പർട്ടീസ് വാങ്ങി, വലിയ വീട് പണിതു. അതെല്ലാം ഇപ്പോൾ യാതൊരു ഉപയോഗവുമില്ലാതെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് കൺട്രികളിൽ വരികയാണെങ്കിൽ അവിടെ 5 വർഷം കഴിയുമ്പോഴേക്കും അവർക്ക് പെർമനന്റ് റെസിഡൻസി സ്റ്റാറ്റസ് ലഭിക്കുന്നു. പിന്നീട് അവിടെ തുടരാനുള്ള സാഹചര്യമുണ്ട്, സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിൽ പോയി അവരുടെ പ്രോപ്പർട്ടി നോക്കുന്നതിന് ആരും ഉണ്ടാവില്ല. അവരുടെ മക്കളാണെങ്കിലും ഒരു കാരണവശാലും തിരികെ നാട്ടിലോട്ട് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ ജനിച്ച കുട്ടികൾ ഇവിടെ തന്നെ വളരാനാണ് അവർക്ക് താല്പര്യം. ഒരു ഹോളിഡേ പോലെ കേരളത്തിലൊക്കെ പോയി വരുന്നതിന് മാത്രമാണ് അവർക്ക് താല്പര്യമുള്ളൂ. ആ സമയത്ത് പ്രോപ്പർട്ടി എല്ലാം അവിടെ വെറുതെ നശിച്ചു പോകുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ചുറ്റുപാടും തന്നെ എത്ര വീടുകളാണ് ആളില്ലാതെ കിടക്കുന്നത്, ആരും താമസിക്കാതെ വെറുതെ കിടന്ന് നശിച്ചു പോകുന്നത്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ്. കേരളത്തിലെ വീടുകളുടെയും സ്ഥലത്തിന്റെയും ഒക്കെ വില കുറയുന്നതിന് ഇത് പ്രധാന ഒരു കാരണവുമാണ്. ധാരാളം വീടുകളാണ് കേരളത്തിൽ എല്ലായിടത്തും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. വീടുകളുടെ വില വളരെയധികം കുറഞ്ഞിരിക്കുന്നു. 10 വർഷം മുമ്പ് വാങ്ങിയ പ്രോപ്പർട്ടിക്ക് അത്രയും പോലും വില കിട്ടാത്തൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നു. പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഇടിവിന് വിദേശ ഇൻവെസ്റ്റ്മെന്റുകൾ ഒരു കാരണമായി. ഇപ്പൊ UK അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ എവിടെയാണ് വരുന്നതെങ്കിലും അവിടെ വർഷങ്ങളോളം വാടകയ്ക്ക് താമസിക്കുക, കേരളത്തിലെ പ്രോപ്പർട്ടീസും വലിയ വീടുകളും വാങ്ങുക, അവിടെ താമസിക്കാൻ ആരുമില്ല, ഇവിടെ വലിയ എമൗണ്ട് നൽകി വാടകയ്ക്ക് താമസിക്കുന്നു. UK അമേരിക്കയിലോ ഒക്കെ ആണെങ്കിൽ ആവറേജ് വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ ഏകദേശം ഇന്ത്യൻ രൂപയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ 1.5 ലക്ഷം മുതൽ 2.5 ലക്ഷം രൂപ വരെയാണ് ഒരു 3 ബെഡ്റൂം ഹൗസിന് നൽകേണ്ടത്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവര് പ്രധാന സിറ്റികളിൽ താമസിക്കുന്ന സാഹചര്യത്തിൽ അത്രയും വലിയൊരു എമൗണ്ട് ഓരോ മാസവും റെന്റ് കൊടുക്കുകയും കേരളത്തിൽ വലിയ വീട് പണിയുകയും ചെയ്തത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അബദ്ധമായി കാണുക. വിദേശത്ത് വന്നിട്ടുള്ളവര് വലിയൊരു കടത്തിലോട്ട് നീങ്ങുകയും ചെയ്യുന്നു. ചിലരൊക്കെ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവർ നൽകുന്ന വാടക അവർ എക്സ്പെൻസ് ആയിട്ടൊന്നും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട് വാങ്ങുന്നവരുടെ കാര്യത്തിലാണെങ്കിലും ജീവിതകാലം മുഴുവൻ മോർഗേജ് അടച്ചുകൊണ്ട് അവർ വലിയ പ്രതിസന്ധിയിലോട്ട് പോകുന്നു, വലിയ കടത്തിലോട്ട് പോകുന്നു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടത്. മലയാളികളുടെ ഒരു കൾച്ചർ തന്നെയാണ്. അവർ കുറെ ക്യാഷ് ഉണ്ടാക്കും, രാപകലില്ലാതെ ജോലി ചെയ്യും, വളരെ കുറച്ച് ക്യാഷ് മാത്രം ചെലവാക്കി ജീവിക്കും. അതിനുശേഷം അവരുടെ സ്വത്തുക്കളെല്ലാം കുട്ടികൾക്ക് വേണ്ടി എന്ന രീതിയിലാണ് ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യുക. അവരുടെ കുട്ടികളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഈ ഒരു കൾച്ചറാണ് കേരളത്തിലുള്ളതെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അവർ ജോലി ചെയ്യും, ക്യാഷ് ഉണ്ടാക്കും, അത് അവരുടെ ഹോളിഡേയ്സിനും എൻജോയ്മെന്റിനുമായി അവർ ഉപയോഗിക്കും. അവർ സ്വന്തം ജീവിക്കുകയാണ്. ഒരുപാട് ക്യാഷ് സേവ് ചെയ്ത് വെച്ച് അത് മക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അവർ ജീവിക്കാത്ത ഒരു സാഹചര്യമില്ല. അത്തരം ഒരു കാര്യമായിരുന്നു കുറെ കാലം വരെ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ ഇപ്പോൾ പൊതുവായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും UK അമേരിക്കയിലൊക്കെ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർ വിദേശയാത്രകളൊക്കെ പോകുന്നവരാണ്. എല്ലായിടത്തും മലയാളികളുടെ സാന്നിധ്യം ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ ന്യൂയോർക്കിൽ വന്നതിന് ശേഷം ധാരാളം മലയാളി ഫാമിലിയെ ഇവിടെ കണ്ടു. കേരളത്തിൽ നിന്ന് ടൂർ വന്നവരുണ്ട്. UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ടൂർ വന്ന ധാരാളം പേരെ ഇവിടെ കാണാനായി സാധിച്ചു. മറ്റ് രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് കൂടുതൽ താല്പര്യമുള്ളവരാണ് മലയാളികൾ. കുറെ നാൾ മുൻപ് വരെ ഒട്ടുമിക്ക മലയാളികളുടെയും ആഗ്രഹം ഒരു ഗവൺമെന്റ് ജോലി കിട്ടുക എന്നുള്ളതാണ്. എന്നാൽ പുതിയ ജനറേഷനിലുള്ളവർക്കിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഗവൺമെന്റ് ജോലിയോട് താല്പര്യമില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ പോയി നല്ലൊരു ജോലി സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും തന്നെ ലക്ഷ്യം. ഗവൺമെന്റ് ജോലി ലഭിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് തിങ്കൾ മുതൽ വെള്ളി വരെയോ തിങ്കൾ മുതൽ സാറ്റർഡേ വരെയോ ആണ് പലർക്കും ജോലി ചെയ്യേണ്ടത്. അത് അവരുടെ ജീവിതം മുഴുവൻ ആ ജോലിക്ക് വേണ്ടി അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു. ഇത് വർഷം മുഴുവൻ തുടരുന്ന ഒരു പ്രോസസ്സായി. അവർ റിട്ടയർ ചെയ്യുന്നത് വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയല്ല. കുറച്ച് നാൾ അവർ ജോലി ചെയ്യും. ഏതാനും വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷം അവർ പാർട്ട് ടൈമായോ അതല്ലെങ്കിൽ ആവശ്യത്തിന് ക്യാഷ് സേവ് ചെയ്തതിന് ശേഷം യാത്രകളൊക്കെ ചെയ്യുന്നതിനായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം നൽകുക. UK അമേരിക്കയിലോ വീട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം വീട് വാങ്ങിയ ക്യാഷ് കുറെ നാൾ കൊണ്ട് തിരിച്ചടച്ച് കടബാധ്യതകളെല്ലാം മാറ്റിയതിനു ശേഷം അവർ അവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങളിലോട്ട് തിരിയുകയും ചെയ്യും. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. കാരണം അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പോ സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതയില്ല. എത്ര വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാലും തിരികെ പോകണം. അവിടെ ജോലി ചെയ്യുന്ന ക്യാഷ് എത്രയും വേഗം നാട്ടിലോട്ട് അയച്ച് വീട് പണിയുന്നതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിലും അതേ രീതി തുടരുകയാണെങ്കിൽ അവർ വലിയ കടബാധ്യതയിലോട്ടായിരിക്കും പോവുക. ഇപ്പോൾ UK അമേരിക്കയിലോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നാട്ടിലുള്ള സ്ഥലവും വീടൊക്കെ വിറ്റ് ആ ക്യാഷ് കൊണ്ടുവന്ന് അവരുടെ കടം ഇവിടെ തീർത്ത് വീട് വാങ്ങുന്നതിന് പ്രാധാന്യം നൽകുന്നു. അവിടെ പ്രോപ്പർട്ടി ഒക്കെ വിറ്റ് 2-3 കോടി രൂപ കിട്ടുകയാണെങ്കിൽ UK അമേരിക്കയിലാണെങ്കിൽ ഒരു വീട് വാങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ നിന്ന് കുറെ മാറിയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കടമില്ലാതെ വീട് വാങ്ങുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. മറ്റൊരു വലിയ അബദ്ധം, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ കുട്ടികളെ നാട്ടിൽ നിർത്തി ഇവിടെ ഫുൾ ടൈം ജോലി ചെയ്യും. കൂടുതൽ ക്യാഷ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവർ ഇക്കാര്യം ചെയ്യുക. എന്നാൽ കുറെ നാൾ കഴിയുമ്പോഴേക്കും ആ കുട്ടികൾക്ക് തിരികെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയാതെയാകുന്നു.
അവരുടെ ഇംഗ്ലീഷ് ആക്സന്റും സംസാരവും എല്ലാം വളരെ വ്യത്യസ്തമായിരിക്കും. ആ ഒരു ഇന്ത്യൻ സ്റ്റൈലിലായിരിക്കും. ആദ്യം ഒരു കുട്ടിക്ക് 2-3 വർഷക്കാലം ലാംഗ്വേജ് ഫോർമേഷന്റെ സമയമാണ്. ആ സമയത്ത് കേരളത്തിൽ താമസിക്കുമ്പോൾ അതല്ലെങ്കിൽ അവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഇംഗ്ലീഷ് വളരെ വ്യത്യസ്തമാണ്. കൃത്യമായ ആക്സന്റോ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാനോ കഴിയാത്തവരായിട്ടാണ് അവർ തിരികെ വരിക. പിന്നീട് അവരുടെ ലൈഫ് ലോങ് ആ ഒരു പ്രതിസന്ധി അവരെ പിന്തുടരുകയും ചെയ്യും. മറ്റൊരബദ്ധം പലരും ചെയ്യാറുള്ളത് PRM സിറ്റിസൺഷിപ്പും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ അവരെ എടുക്കാതെ ഇന്ത്യൻ പാസ്പോർട്ടുമായി പിന്നീടുള്ള കാലം കഴിയാമെന്ന് കരുതും. കാരണം കേരളത്തിലെ പ്രോപ്പർട്ടി ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പലരും ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഒരാൾക്ക് വേണമെന്ന അഭിപ്രായത്തിൽ അത് കീപ്പ് ചെയ്യുന്നത്. എന്നാൽ കുറെ നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഒഫൻസുകളിൽ അവർ പെടുകയാണെങ്കിൽ, ഏതെങ്കിലും കേസുകളിൽ അകപ്പെടുകയാണെങ്കിൽ പിന്നീട് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അത് പബ്ലിക് ഫണ്ട് ആക്സസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും തടസ്സമാവുകയും ചെയ്യും. പിന്നീട് കേരളത്തിലോട്ട് പോയി സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ കീപ്പ് ചെയ്യുകയാണ് നല്ലത്. എന്നാൽ ഇവിടെ വളരെ കാലം കഴിയാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പാസ്പോർട്ട് എടുക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റൊരു അബദ്ധം മലയാളികൾ പലപ്പോഴും കാണിക്കാറുള്ളത്, വിദേശ രാജ്യങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം കിട്ടുന്ന ജോലി ഏതാണോ അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തുടരും. കൂടുതൽ പഠിക്കാനോ കൂടുതൽ ഹയർ ലെവലിലോട്ട് പോകാനോ പലരും തയ്യാറാകില്ല. ആ ജോലി അവർക്ക് കംഫർട്ടബിൾ ആണ്, ഈസി ആണ് എന്നതുകൊണ്ട് മാത്രം ആ ജോലിയിൽ തന്നെ വർഷങ്ങളോളം തുടരുകയും പിന്നീട് അവരുടെ കരിയർ പ്രോഗ്രസ് ഇല്ലാതാവുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തിലൊക്കെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ UK വന്നു കഴിഞ്ഞാൽ പലപ്പോഴും കേരള ജോലിയോ അതുപോലുള്ള ചെറിയ ജോലികളോ ഒക്കെ ആയിരിക്കും പലപ്പോഴും ചെയ്യുക. എല്ലാ ജോലികളും നല്ലതാണ്, എല്ലാ ജോലികൾക്കും ഒരേ റെസ്പെക്ട് ഉണ്ട്. പക്ഷേ എന്താണോ പഠിച്ചത് ആ സ്കില്ല് അവർക്ക് നഷ്ടപ്പെടുന്ന രീതിയിലോട്ടാണ് കുറേ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും കാര്യങ്ങൾ എത്തുക. അതുകൊണ്ട് തന്നെ ഏത് മേഖലയിലാണോ നിങ്ങൾ പഠിച്ചത്, നിങ്ങൾക്ക് PRO സിറ്റിസൺഷിപ്പോ ലഭിച്ചതിന് ശേഷം കൂടുതൽ പഠിക്കാനും കൂടുതൽ ഹയർ ലെവലിലോട്ട് പോകാനുമാണ് ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ സ്കില്ലിനനുസരിച്ചുള്ള ധാരാളം ജോലികൾ അവൈലബിൾ ആണ്. എന്നാൽ നമ്മളത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പലരും പ്രൈവറ്റ് സെക്ടറുകളിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ തുടരുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പബ്ലിക് സെക്ടറിലെ ജോലി തന്നെയാണ്. ഇപ്പോൾ NHS ജോലി ലഭിക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റേബിൾ ജോലിയാണത്. യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കേരളത്തിലെ ഗവൺമെന്റ് ജോലി പോലെ തന്നെ അവർക്ക് തുടരുകയും ചെയ്യാം. അത് മാത്രമല്ല, വീട് വാങ്ങുന്ന സമയത്ത് മോർഗേജ് ലഭിക്കുന്നതിനും ക്രെഡിറ്റ് റേറ്റിംഗ് കൂടുന്നതിനുമെല്ലാം NHS ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളത്. ബാങ്കുകൾ എളുപ്പത്തിൽ ലോൺ നൽകുന്നതിന് വേണ്ടി ക്രെഡിറ്റ് റേറ്റിംഗ് UK ഇമ്പോർട്ടന്റുമാണ്. മറ്റൊരു പ്രധാന അബദ്ധമാണ് വിദേശത്ത് വന്ന മലയാളികൾ അവിടെ പരമാവധി ലോൺ എടുക്കുക. നമുക്ക് എത്രയെങ്കിലും ക്യാഷ് ബാങ്കുകൾ തരാമെന്ന് പറഞ്ഞാൽ അതിന്റെ പരമാവധി ലോൺ എടുത്ത് വലിയ കടക്കണികളിലോട്ട് പോവുക. പിന്നീട് ജീവിതകാലം മുഴുവൻ ആ കടത്തിന്റെ പലിശ അടയ്ക്കാനും ആ ക്യാഷ് തിരികെ അടയ്ക്കാനും വേണ്ടി അവർ അമിതമായി ജോലി ചെയ്യേണ്ട സാഹചര്യം. വലിയ എമൗണ്ട് നിസ്സാര പലിശയ്ക്ക് ലോൺ നൽകുന്നതിന് വേണ്ടി ബാങ്കുകൾ എപ്പോഴും തയ്യാറാണ്. UK അമേരിക്കയിലാണെങ്കിലും ലോൺ കിട്ടുക എന്നുള്ളത് വളരെ ഈസിയാണ്, കുറഞ്ഞ പലിശ നിരക്കിൽ തന്നെ. എന്നാൽ അത്തരം ലോണുകൾ എടുത്താൽ പിന്നീട് അവർ വലിയ കടക്കണികളിലോട്ടായിരിക്കും പോവുക. ധാരാളം മലയാളികളെ നേരിട്ടറിയാം. പലർക്കും പറ്റിയൊരു പ്രധാന അബദ്ധമാണ്, അവര് വളരെ കഠിനാധ്വാനം ചെയ്തു, ധാരാളം ക്യാഷ് സേവ് ചെയ്തു, എന്നാൽ അവർക്ക് യാതൊരു എൻജോയ്മെന്റും ഇല്ല. വീട് വാങ്ങി അതിന്റെ കടമടച്ചു എന്നതിനപ്പുറത്തേക്ക് ഒരു ഹോളിഡേയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഹോളിഡേ പോകുന്നതായിട്ട് അവർ കണക്കാക്കുന്നത് കേരളത്തിലോട്ട് പോകുന്നതാണ്. ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പോകുന്നത് ഒരിക്കലും ഒരു ഹോളിഡേ അല്ല. ഫാമിലിയുമായി കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം പോകുന്നതാണ്. മറ്റു രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമുണ്ടെങ്കിലും അത് പിന്നെ ആകട്ടെ എന്ന് കരുതി മാറ്റിവെച്ച് യാതൊരു എന്റർടൈൻമെന്റും ഇല്ലാതെ ജീവിക്കേണ്ടി വന്ന ഒത്തിരി പേര് വിദേശ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറെ വർഷത്തെ എന്റെ അനുഭവം വെച്ചാണ്. ലണ്ടനിൽ താമസിച്ചപ്പോൾ ഒരുപാട് പേരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അവർ തന്നെ പറഞ്ഞ പല കാര്യങ്ങളുമാണിത്. കാരണം പലരും ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റിയത് കേരളത്തിൽ പ്രോപ്പർട്ടി വാങ്ങിയത് കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ വീടുകളും സ്ഥലമൊക്കെ അവിടെ താമസിക്കുന്നവർക്കുള്ളതായി മാറട്ടെ. നിങ്ങൾ കേരളത്തിൽ താമസിക്കാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിൽ ധാരാളം സ്ഥലവും വീടും ഒക്കെ വാങ്ങി യാതൊരു ഉപയോഗവും ഇല്ലാതെ കളയുന്നത്, ഇത് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന രീതിയിലോട്ട് മാറി സ്ട്രെസ്ഫുൾ ആയി ജീവിക്കേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് യാതൊരു നേട്ടവും ഉണ്ടാകില്ല. പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ മാനേജ് ചെയ്യുന്നതിനോ യാതൊരു താല്പര്യവും കാണിക്കാതെ ഈ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം വെറുതെ നശിച്ചു പോകുന്ന ഒരു പൊതു സാഹചര്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.